ഭാരതത്തിൻ്റെ നാഡീ ഞരമ്പുകളാണ് ഇന്ത്യൻ റെയിൽവേ. കടുത്ത അവഗണനയും യാത്രക്കാരുടെ മുറവിളികളിലൂടെയും കടന്നുപോയ ദിനങ്ങൾ. എന്നാൽ ഇതിനൊരു അപവാദമാണ് തിരുവനന്തപുരത്തെ പ്രൗഢിയും പ്രതാപവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തലയെടുപ്പോടെ നിൽക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. കൊച്ചുവേളി മംഗലാപുരം, കൊച്ചുവേളി യശ്വന്ത്പൂർ, ബിലാസ്പൂർ തിരുനെൽവേലി, തിരുനെൽവേലി ഹാപ്പ, കോഴിക്കോട് തിരുവനന്തപുരം, കന്യാകുമാരി ദിബ്രുഗർ, കൊച്ചുവേളി ഭാവ്നഗർ, തിരുവനന്തപുരം നിലമ്പൂർ, കൊല്ലം നാഗർകോവിൽ മെമു, ചെന്നൈ തിരുവനന്തപുരം തുരന്തോ, കൊച്ചുവേളി പോർബന്ദർ, തിരുവനന്തപുരം ബാംഗ്ലൂർ പ്രീമിയം എക്സ്പ്രസ്, തിരുവനന്തപുരം നിസാമുദ്ദീൻ എക്സ്പ്രസ്, നാഗർകോവിൽ പുനലൂർ പാസഞ്ചർ എന്നിങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 14 പുതിയ തീവണ്ടി സർവീസുകൾ ആരംഭിച്ചു. തിരുവനന്തപുരം ഡിവിഷനത്തെ എൻ്റെ മണ്ഡലത്തിൽ വരുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനിലും വികസനം വന്നിട്ടുണ്ട്. എല്ലാവിടെയും പുതിയ ബെഞ്ചുകൾ, പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷൻ, പുതിയ ഓവർ ബ്രിഡ്ജ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ ആ കാലത്ത് റെയിൽവേ മന്ത്രിയായ മമതാ ബാനർജി 5 സ്റ്റേഷനെ അന്താരാഷ്ട്രീയ സ്റ്റേഷൻ ആക്കാമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിനെ തിരുവനന്തപുരം ഉൾപ്പെടുത്തിച്ചു. ഞാൻ മറ്റേ 4 സ്റ്റേഷനിൽ ഒരു പ്രവർത്തനവും ആരംഭിച്ചില്ല, ഡൽഹി ഉൾപ്പെടെ. പക്ഷേ തിരുവനന്തപുരത്തിൽ നമുക്ക് നല്ലപോലെ പ്രവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 2 എസ്കലേറ്റർ വന്നു കഴിഞ്ഞു, ഇനിയും 2 വരാൻ പോവുകയാണ് 3 മാസത്തിൽ. വലിയൊരു എലിവേറ്റർ കെട്ടുന്നുണ്ട്. പുതിയ ഫുട് ഓവർ ബ്രിഡ്ജും ജനങ്ങൾക്ക് സൗകര്യം നന്നാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പുതിയ ബുക്കിംഗ് ഓഫീസ് കെട്ടിയിട്ടുണ്ട്. പുതിയ ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിംഗ് മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ടൂറിസം മന്ത്രാലയത്തിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് 10 കോടി രൂപയുടെ ഒരു പാക്കേജിലൂടെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. 4 എസ്കലേറ്ററുകളുടെയും പുതിയ ബുക്കിംഗ് ഓഫീസ് കെട്ടിടത്തിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ദിവസയാത്രക്കാർക്കായി ഓട്ടോമാറ്റിക് വെൻഡിംഗ് മെഷീൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ചു. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി കമ്പ്യൂട്ടർ റിസർവേഷൻ സൗകര്യം ആരംഭിച്ചു. ധനുവച്ചപുരത്ത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം 2 കോടി രൂപ വകയിരുത്തി നിർമ്മാണം കുറിച്ചു. പാരശാല എന്ന് പറഞ്ഞ നമ്മുടെ ഗ്രാമദേശത്തൊരു സ്റ്റേഷൻ, നല്ല സൗന്ദര്യമുള്ള സ്റ്റേഷനാണ്. പക്ഷെ അവർ 27 വർഷമായിട്ട് ആവശ്യപ്പെടുന്ന അവർക്ക് ട്രെയിൻ സ്റ്റോപ്പ് വേണമെന്ന്. ഞാൻ 4 എക്സ്പ്രസ് ട്രെയിൻ, അനന്തപുരി എക്സ്പ്രസ്, ഐലൻഡ് എക്സ്പ്രസ്, ജയന്തി ജനത എക്സ്പ്രസ്, പരശുറാം എക്സ്പ്രസ്, അതുമാത്രമല്ല മെമു ട്രെയിൻ, ഈ 5 ട്രെയിനിനെ പാരശാലയിൽ നിർത്താൻ സൗകര്യം കൊടുത്തപ്പോൾ ഇതോടെ ജനങ്ങൾക്ക് മുമ്പൊക്കെ 45-50 രൂപ ചിലവാക്കി ബസ് കയറി നഗരത്ത് പോകുന്നവർ ഇപ്പോൾ 4 നേരവും ട്രെയിനിൽ സഞ്ചരിക്കാൻ 5-10 രൂപ കൊടുത്തിട്ട് തിരുവനന്തപുരത്ത് എത്താനുള്ള സൗകര്യം അവർക്ക് എത്തിച്ചു. കഴക്കൂട്ടത്തെ പുതിയ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണം ടെക്നോ പാർക്ക് ജീവനക്കാരുടെയും കഴക്കൂട്ടം നിവാസികളുടെയും നിരന്തരം ആവശ്യം മാനിച്ച് 7 ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചു. കൊല്ലം നാഗർകോവിൽ മെമു സർവീസ് 2012 ഡിസംബർ 1 മുതൽ ആരംഭിക്കുകയും 2013-14 റെയിൽവേ ബഡ്ജറ്റ് പ്രകാരം കന്യാകുമാരി വരെ ദീർഘിപ്പിക്കുകയും ചെയ്തു. 2013-2014 ബഡ്ജറ്റിൽ 6 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് കൊച്ചുവേളി സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തി. പാസഞ്ചർ റിസർവേഷൻ സർവീസ് PRS പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷൻ, ടെക്നോ പാർക്ക്, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ റിസർവേഷൻ സൗകര്യം ഏർപ്പെടുത്തി.